तीसरी कक्षा के सभी छात्रों को मेरा नमस्कार। मैं साजिद टीचर हूँ। टुडेज़ क्लास इज़ अबाउट आवर ग्रेट नेशन इंडिया। छात्र प्लीज़ लिसन पेज नंबर 19। पाठ 4 मेरा देश महान, माई ग्रेट नेशन। ये भारत का चित्र है। दिस इज़ द पिक्चर ऑफ इंडिया। We can learn for direction of India. Uttar means north. Himalayas are in northern direction. Purvi means east. Bay of Bengal in eastern side. Dakshin means south. Indian Ocean in southern side. And last one, Paschim. Paschim means west. Arabian Ocean in western side. Once more, उत्तर हिमालय, दक्षिण हिंद महासागर, पूर्व बंगाल की घाटी, पश्चिम अरब सागर। Now take page number 20. छात्र प्लीज लिसन। भारत हमारा देश है। इसके उत्तर में पर्वतराज हिमालय स्थिति है, दक्षिण में हिंद महासागर, पूर्व में बंगाल की घाटी है और पश्चिम में अरब सागर। यहाँ कई धर्म के लोग रहते हैं, जैसे हिंदू, मुसलमान, ईसाई, सिख, बौद्ध, जैन, पारसी। यहाँ कई भाषाएं बोलती जाती है। बोली जाती है। हिंदी हमारी राजभाषा है। भारत की राजधानी नई दिल्ली है। भारत एक कृषि प्रधान देश है। अनेकता में एकता भारत की सबसे बड़ी विशेषता है। छात्र ध्यान से देखो, भारत हमारा देश है। ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അല്ലേ. ഭാരതം ഹമാര ദേശ് നമ്മുടെ രാജ്യമാണ്. इसके उत्तर में पर्वतराज हिमालय स्थिति है. In the northern side ഹിമാലയ ആർ ലൊക്കേറ്റഡ്. ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ पर्वतराज हिमालय സ്ഥിതി ചെയ്യുന്നു. दक्षिण में हिंद महासागर, पूर्व में बंगाल की घाटी है और पश्चिम में अरब सागर. इंडियन ओशन इन साउथ, बे ऑफ बंगाल इन ഈസ്റ്റ് ആൻഡ് അറബ് ഓഷ്യൻ ഇൻ വെസ്റ്റ്. എന്താ പറയുന്നത്? തെക്ക് വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ കിഴക്ക് വശത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് വശത്ത് അറബ് മഹാസാഗറും സ്ഥിതി ചെയ്യുന്നു. यहाँ कई धर्म के लोग रहते हैं, जैसे हिंदू, मुसलमान, ईसाई, सिख, बौद्ध, जैन, पारसी. There are many religions lives here, such as Hindu, Musliman, Isai, Sikh, Bauddha, Jain, Parsi, etc. ഇവിടെ കई ധർമ്മ के लोग रहते हैं. ഇവിടെ പല വിഭാഗത്തിലുള്ള മതവിഭാഗത്തിലുള്ള ആളുകൾ താമസിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിന്ദു, മുസൽമാൻ, ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ, സിഖ്, ബൗദ്ധ് അല്ലേ, ബുദ്ധമതക്കാർ, അതുപോലെ സിഖ് മതത്തിൽപ്പെട്ടവർ, ജൈന മതം, പാഴ്സി മതം, ഇങ്ങനെ മുതലായ പല മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ താമസിക്കുന്നു. ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്നു. യഹാം കൈ ഭാഷായേം ബോലി ജാത്തി ഹെ. മെനി ലാംഗ്വേജസ് ആർ സ്പോക്കൺ ഹിയർ. പിന്നെന്താ പറയുന്നത്? ഇവിടെ ധാരാളം ഭാഷകൾ സംസാരിക്കുന്നു. ഹിന്ദി ഹമാരി രാജ്യഭാഷ ഹെ और രാജ്യഭാഷ ഈസ് ഹിന്ദി. ഹിന്ദിയാണ് നമ്മുടെ രാജ്യഭാഷ. ഭാരത് की രാജധാനി നയി ദില്ലി ഹെ. ഇന്ത്യാസ് ക്യാപിറ്റൽ ഈസ് ന്യൂഡൽഹി. എന്താണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ന്യൂഡൽഹിയാണ്. ഭാരത് ഏക് കൃഷി പ്രധാൻ ദേശ് ഹെ. ഇന്ത്യ ഈസ് അഗ്രോ ബേസ്ഡ് കൺട്രി. അഗ്രോ ബേസ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിപ്രധാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ ഒരു കൃഷിപ്രധാൻ ദേശമായിട്ട് പറയുന്നത്. अनेकता में एकता भारत की सबसे बड़ी विशेषता है. India's main speciality is unity in diversity.
അനേകത മേ ഏകത മീൻസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിശേഷതയാണെന്ത്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഭാരതം നമ്മുടെ രാജ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 4 വശങ്ങൾ, സൈഡുകളെ കുറിച്ച് പറയുന്നു. ഉത്തർ എന്ന് പറഞ്ഞാൽ നോർത്താണ്, നോർത്ത് ഹിമാലയ പർവ്വതം. പിന്നെ ദക്ഷിൺ സൗത്ത് ഹിന്ദു മഹാസാഗർ, പൂർവ് ഈസ്റ്റ് ബംഗാൾ കി ഘാട്ടി, പശ്ചിം വെസ്റ്റ് അറബ് സാഗർ. പിന്നെന്താ പറയുന്നത്? ഇവിടെ ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നു. മുസൽമാൻ, ഈസായി, ഹിന്ദു, സിഖ്, ബൗദ്ധ്, ജൈൻ, പാഴ്സി, ഇങ്ങനെ ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ താമസിക്കുകയും പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ള ആളുകളും കൈ ഭാഷയായ ധാരാളം ഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഹിന്ദി ഹമാരി രാജ്യഭാഷ, ഹിന്ദിയാണ് നമ്മുടെ രാജ്യഭാഷ. ഭാരതത്തിൻ്റെ ക്യാപിറ്റൽ എന്താ പറയുന്നത്? നയി ദില്ലിയാണ്. എന്താ പറയുന്നത്? ഭാരതം ഒരു അഗ്രോ ബേസ്ഡ് കൃഷിപ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നെ അനേകതാമേ ഏകത ഭാരതത്തിൻ്റെ ഒരു സബ്സെ വിശേഷ, ഏറ്റവും വലിയൊരു സബ്സെ ബഡി വിശേഷത ഹെ, ഏറ്റവും വലിയ വിശേഷത പ്രത്യേകതയും കൂടിയാണെന്ന് പറയുന്നത്. സോ കിഡ്സ്, എവരി വൺ ടേക്ക് പേജ് നമ്പർ 21. ഹിയർ വി ക്യാൻ സീ മെനി നാഷണൽ ഐക്കൺസ് ഓഫ് ഇന്ത്യ. വാട്ട് ആർ ദേ? ഫസ്റ്റ്, രാജധാനി. രാജധാനി മീൻസ് ക്യാപിറ്റൽ. വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? നയി ദില്ലി. നയി ദില്ലി മീൻസ് ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ന്യൂഡൽഹി. നെക്സ്റ്റ്, രാജ്യഭാഷ. വാട്ട് ഈസ് ദ രാജ്യഭാഷ ഓഫ് ഇന്ത്യ? രാജ്യഭാഷ മീൻസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഹിന്ദി. രാജ്യഭാഷ ഹിന്ദി. ആൻഡ് തേർഡ് വൺ, രാഷ്ട്രീയ ജണ്ട. രാഷ്ട്രീയ ജണ്ട മീൻസ് നാഷണൽ ഫ്ലാഗ്. വാട്ട് ഈസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ? തിരങ്ക. നമ്മുടെ നാഷണൽ ഫ്ലാഗ്, അതായത് ദേശീയ പതാകയ്ക്ക് എത്ര കളറാണുള്ളത്? 3 കളറാണ് അല്ലേ? അതാണ് തിരങ്ക, ത്രിവർണ്ണ പതാക. നെക്സ്റ്റ്, രാഷ്ട്രീയ ഫൂല്. രാഷ്ട്രീയ ഫൂൽ മീൻസ് നാഷണൽ ഫ്ലവർ. വാട്ട് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? കമൽ. കമൽ മീൻസ് ലോട്ടസ്. അപ്പോൾ നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? കമൽ. നെക്സ്റ്റ്, രാഷ്ട്രീയ ഫൽ. വാട്ട് ഈസ് ദ നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ? ആം. ആം മീൻസ് മാംഗോ. നമ്മുടെ ദേശീയ ഫലം, അതായത് ദേശീയ ഫ്രൂട്ട് ഏതാണ്? ആമാണ്, മാംഗോ ആണ് അല്ലേ? നെക്സ്റ്റ്, രാഷ്ട്രീയ ജാൻവർ, നാഷണൽ ആനിമൽ. വാട്ട് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ? ബാഗ്. ബാഗ് മീൻസ് ടൈഗർ. നമ്മുടെ ദേശീയ മൃഗമായിട്ട് എന്തിനാണ് അറിയപ്പെടുന്നത്? ടൈഗറാണ്. നെക്സ്റ്റ്, രാഷ്ട്രീയ പക്ഷി, നാഷണൽ ബേർഡ്. വാട്ട് ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? മോർ. മോർ മീൻസ് പീക്കോക്ക്. നമ്മുടെ ദേശീയ പക്ഷി ഏതാണ്? മോർ. മോർ എന്ന് പറഞ്ഞാൽ പീക്കോക്ക്. ആൻഡ് ലാസ്റ്റ് വൺ, രാഷ്ട്രഗാൻ. രാഷ്ട്രഗാൻ മീൻസ് നാഷണൽ സോങ്. വാട്ട് ഈസ് ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ? ജനഗണമന. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന അല്ലേ? ഇപ്പോൾ സ്കൂളില്ല അല്ലേ? സ്കൂളുള്ള സമയത്ത് നമ്മൾ എല്ലാ ഈവനിങ്ങിലും, എവരി ഈവനിങ്ങിലും നമ്മൾ സ്കൂള് വിടുന്ന സമയത്ത് എന്താണ്? രാഷ്ട്രഗാൻ ചൊല്ലിട്ടാണ് നമ്മൾ സ്കൂള് വിടാറുള്ളത് അല്ലേ? വൺസ് മോർ, ടീച്ചർ ഒന്നും കൂടി പറയാം. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രൊഫൈലാണ്. നിങ്ങൾക്ക് ഇവിടെ പേജ് നമ്പർ 21 അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഒന്നുകൂടി പറയാം. രാജധാനി നയി ദില്ലി, രാജ്യഭാഷ ഹിന്ദി, രാഷ്ട്രീയ ജണ്ട തിരങ്ക, രാഷ്ട്രീയ ഫൂൽ കമൽ, രാഷ്ട്രീയ ഫൽ ആം, രാഷ്ട്രീയ ജാൻവർ ബാഗ്, രാഷ്ട്രീയ പക്ഷി मोर, राष्ट्रीय गान जनगणमन। छात्र प्लीज लिसन। भारत का प्रोफाइल टेक्स्ट बुक में पूरा करें। आज का कक्षा यहाँ समाप्त हुई। धन्यवाद।